വയനാട് പൂതാടിയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നിരന്തര പീഡനത്തിന് ഇരയായത്. അയൽവാസികളായ ദമ്പതികളും അവരുടെ സുഹൃത്തുമാണ് തന്റെ മകളെ ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2020 മുതൽ 2023 വരെ പ്രതികളായ പ്രജിത്ത്, സുജ്ഞാന, ഇവരുടെ സുഹൃത്ത് സുരേഷ് എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി. പെൺകുട്ടി ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കുന്ന കാലയളവിലായിരുന്നു പീഡനമത്രയും. ഒരിക്കൽ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ സുരേഷ് കബളിപ്പിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അന്ന് പ്രജിത്തും സുജ്ഞാനയുമായി ഫോണിൽ നിരന്തരം സംസാരിക്കുന്നത് കുട്ടി കേട്ടിരുന്നു. ആശുപത്രിയിലായ ഒരാൾക്ക് കൂട്ടിരിക്കാൻ വരണമെന്ന് പറഞ്ഞായിരുന്നു കുട്ടിയെ വാഹനത്തിൽ കയറ്റിയത്. മറ്റൊരു സ്ഥലത്തേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല. സ്വന്തം ഭർത്താവ് ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരതയ്ക്ക് ഒത്താശ ചെയ്തത് സുജ്ഞാനയായിരുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിത്തുടങ്ങിയപ്പോഴാണ് കൌൺസിലിംഗിനായി കൊണ്ടുപോകുന്നത്. അവിടെ അവൾ പറഞ്ഞത് ഇക്കാലം അത്രയും താൻ അനുഭവിച്ച കൊടിയ ക്രൂരതകളുടെ കണക്ക്. അങ്ങനെയാണ് കുട്ടിയുടെ പിതാവ് കേണിച്ചിറ പോലീസിൽ പരാതി നൽകുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം നടത്തിയ വിശദ കൌൺസിലിംഗിലാണ് കുറ്റകൃത്യത്തിൽ പ്രജിത്തിന്റെയും സുജ്ഞാനയുടെയും പങ്ക് വ്യക്തമായത്. ഇതനുസരിച്ചു തന്നെയായിരുന്നു പോലീസ് അന്വേഷണവും. കൗൺസിലിംഗ് കൊണ്ടുപോയി ഇപ്പോൾ അവിടെ ചെന്ന് കൗൺസിലിംഗ് ആണ് ഈ കുട്ടിയുടെ പൂർണ്ണമായ ചിത്രം നമുക്ക് കിട്ടുന്നത്. കാരണം ഈ കുട്ടി ഒരു 2000 ഈ കാലയളവിൽ ഇങ്ങോട്ട് കുട്ടി അനുഭവിച്ച യാതനകൾ, ദുരിതങ്ങൾ, കുട്ടിയെ പീഡിപ്പിച്ച കാര്യങ്ങൾ കുട്ടി അവിടെയാണ് മനസ്സിലാക്കുന്നത്. കേസ് നൽകിയതറിഞ്ഞ് സുരേഷ് കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ഒളിവിലിരുന്ന് ദമ്പതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ കോടതി ശനിയാഴ്ച തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രജിത്തും സുജ്ഞാനയും കേണിച്ചിറ പോലീസിൽ കീഴടങ്ങിയത്. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.